സ്ക്രീൻ ടൈം ഇൻ കിഡ്സ്. സ്ക്രീൻ ടൈം കൊടുക്കാതെ ഇരിക്കുക എന്ന് പറയണത് ഇനി ഉള്ള ജനറേഷന് പോസിബിൾ അല്ല. അതേപോലെ തന്നെ ടൂ മച്ച് ടൈം നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുകയെന്ന് പറയുമ്പോൾ യു ആർ ടേക്കിംഗ് കോണ്ടന്റ് അല്ലേ, ഉള്ളിലേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ ബ്രെയിന് വേറെ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒന്നുമില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ക്രിയേറ്റീവ് ബ്രെയിൻ വർക്ക് ആവാതെ ആവുകയാണ്. മക്കൾ ബോറടിക്കട്ടെ, മമ്മ എനിക്ക് ബോറടിക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കട്ടെ. കാരണം അവർ ബോറടിച്ചിരിക്കുമ്പോൾ ദേ സ്റ്റാർട്ട്സ് തിങ്കിങ്. അവരുടെ ഇമാജിനേഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് തോട്ട് പ്രോസസ്സിലേക്ക് അവർ ഏർപ്പെടുക വൺസ് ഓൺലി വെൻ ദേ ഗെറ്റ് ബോർഡ്. സോ ലെറ്റ് ദം ബി ഫ്രീ, ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ ഡു ടു ലവ് ടു ഡു. അതേപോലെ ബോഡി ആക്റ്റീവായിട്ടുള്ള പണികൾ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇനിയിപ്പോൾ ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് ഹൗസ് ജൂനിയർ ചാനൽ പോലത്തെ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോൾ അവർ ആ ലാംഗ്വേജും പഠിക്കും, അതിലൂടെ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ക്വാളിറ്റി ചാനൽസ് ആണ് നമ്മുടെ മക്കൾ കാണുന്നതെന്ന് ഉറപ്പ് വരുത്തിയാൽ ആൻഡ് ടൈം ലിമിറ്റ് ചെയ്ത് വെച്ചാൽ ഓഫ് കോഴ്സ് സ്ക്രീൻ ടൈം നല്ല യൂസ്ഫുൾ ആയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. താങ്ക് യു.